വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയുടെ കണ്ടന്റ് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷന്റെ ആണ്. അപ്പൊ നമ്മൾ എത്ര രൂപ ഏജൻസിക്ക് കൊണ്ട് കളയുന്നത് അല്ലേ? അപ്പം ഞാനാണെങ്കിലും ഫസ്റ്റ് ഏജൻസി വഴി പോകാം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുമായിരുന്നു. എക്സ്റ്റൻഷൻ നമുക്കപ്പോൾ അത്രയും ഹെഡേക്ക് വരത്തില്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ ചോദിച്ചും കണ്ടുമൊക്കെ വരുമ്പോഴായിരിക്കും ഇത്ര രൂപ ഏജൻസിക്കാർക്ക് ഫീസ് കൊടുക്കണം, പ്ലസ് നമ്മൾ ഇത് ചെയ്യുന്നതിന് അഡീഷണൽ ഫീസും ഉണ്ട്. അപ്പം വെറുതെ എന്തിനാ അത്രയും പൈസ കൊണ്ട് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഈ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ. സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ മാത്രമല്ല, വർക്ക് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ചൊന്ന് മെനക്കെടണം. അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇവിടെ എൻ്റെ വിസ എക്സ്റ്റൻഷൻ ചെയ്യാം. ഇപ്പം എൻ്റെ വിസ സെപ്റ്റംബറും കൊണ്ട് തീരും. അപ്പം എൻ്റെ ആദ്യത്തെ കോഴ്സും സെപ്റ്റംബറും കൊണ്ട് തീരും. ഞാൻ എൻ്റെ നെക്സ്റ്റ് കോഴ്സ് വരുന്നത് ജാനുവരിയിലാണ്. ജാനുവരി 2024 എൻ്റെ അടുത്ത കോഴ്സ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ വിസ എങ്ങനെയാണ് എക്സ്റ്റൻഷന് കൊടുത്തിട്ടുള്ളത്, അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ GCK അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. അപ്പം GCK അക്കൗണ്ട് വെബ്സൈറ്റ് കയറുക, ലോഗിൻ ചെയ്യുക. അപ്പം നമ്മൾ എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കാണെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു GCK അക്കൗണ്ട് കാണും. അതിന്റെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം എൻ്റെ പഴയ അക്കൗണ്ടിനകത്ത് എല്ലാ ക്രെഡൻഷ്യൽസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. അവിടെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അപ്പം നോർമലി നമ്മൾ നാട്ടിൽ നിന്ന്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഭാഗത്ത് ഒന്നും കാണിക്കാത്തത്. നോ ഡേറ്റ അവൈലബിൾ ഇൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ നാട്ടിൽ നിന്നെല്ലാം ചെയ്തതാണെങ്കിൽ അവിടെ ഓൾറെഡി ഇപ്പം ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കൻ്റ് നെയിം അവിടെ എല്ലാം വിസിബിൾ ആയിരിക്കും. നമുക്കൊരു ഡേറ്റ കാണും അവിടെ. പിന്നെ നമ്മളിപ്പം എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പേരും എല്ലാം വെച്ചിട്ട് വേറൊരു ലൈനും കാണും. അപ്പം നോർമലി അവിടെയാണ് ഡേറ്റാസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പം ഈ ഒരു GCK അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മളിപ്പോൾ എക്സ്റ്റൻഷന് ഡേറ്റ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസം വരെ ഈ ഒരു അക്കൗണ്ടിൽ ഇത് കാണത്തുള്ളൂ. 60 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അതെല്ലാം സ്കാൻ ചെയ്ത് കയറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എക്സ്റ്റൻഷനുമായിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് തുടങ്ങാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓരോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോകുന്നതിൽ നല്ലത് എല്ലാം സ്കാൻ ചെയ്ത് നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സിസ്റ്റത്തിലാണോ അതിനകത്തെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എക്സ്റ്റൻഷൻ്റെ പ്രൊസീജിയർ തുടങ്ങിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുത്തതെന്നാണ് അപ്ലൈ ടു കം ടു കാനഡ. അത് നമ്മൾ വരുന്ന സമയത്തുള്ളതാണ്. അതിനകത്ത് നമ്മുടെ ഈ വിസിറ്റേഴ്സ് വിസയുടെ ആണെങ്കിലും വർക്ക് പെർമിറ്റിന്റെ ആണെങ്കിലും സ്റ്റഡി പെർമിറ്റിന്റെ ആണെങ്കിലും എക്സ്പ്രസ് എൻട്രി, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കാനഡ, അപ്പം ഈ സംഭവങ്ങളെല്ലാം ആ ഒരു ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്ലൈ ടു കം ടു കാനഡ. അപ്പോൾ നമ്മൾ പേഴ്സണൽ ചെക്ക് ലിസ്റ്റ് ആണ് അവിടെ. അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് അപ്പം നമ്മൾ ഇപ്പം എന്താ എക്സ്റ്റൻഷൻ ആണ് കൊടുക്കുന്നത്. അപ്പം ഇൻ കേസ് ഇപ്പം വിസിറ്റേഴ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടവരാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഈ ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഇൻ കാനഡ. അപ്പം അത് അവിടെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണും. അപ്പം സ്റ്റഡി പേർപ്പസിനാണോ, വിസിറ്റിംഗ് വിസയ്ക്കാണോ, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിനാണോ, അപ്പം എന്താണോ റീസൺ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എക്സ്റ്റൻഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഡീറ്റെയിൽസ് എന്താ സ്റ്റഡി കൊടുത്തു. ഹൗ ലോങ് ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ കാനഡ. അപ്പം എന്താ എക്സ്റ്റൻഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ്. അപ്പം എന്തായാലും എനിക്കിപ്പോൾ ഒരു സെം ബ്രേക്ക് ആണ് വരുന്നത്. കാരണം എൻ്റെ ഈ കോഴ്സ് സെപ്റ്റംബർ വരെ ഉള്ളു. അപ്പം സെപ്റ്റംബർ തൊട്ട്
എനിക്കിനി അടുത്ത കോഴ്സ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിലാണ് എൻ്റെ അടുത്ത കോഴ്സ് തുടങ്ങുന്നത്. അപ്പം ആ ഒരു സമയം വരെ എനിക്ക് എൻ്റെ സെം ബ്രേക്ക് ആണ്. അപ്പം ഞാനിവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് ടെമ്പററി മോർ ദാൻ 6 months സെലക്ട് ചെയ്തു, പ്രൊസീഡ് ചെയ്തു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ദി കോഡ് ദാറ്റ് മാച്ചസ്. അപ്പോൾ അവിടെ നമ്മുടെ ഏത് കൺട്രി ആണോ, അപ്പം ഇന്ത്യ സെലക്ട് ചെയ്യുക. താഴോട്ട് വരുമ്പം IND ഇന്ത്യ സെലക്ട് ചെയ്യുക. വാട്ട് ഈസ് യുവർ കറന്റ് കൺട്രി? അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് കാനഡയിലാണെങ്കിൽ അപ്പം നമ്മളവിടെ കാനഡയാണ് ചൂസ് ചെയ്യേണ്ടത്. കാനഡ സെലക്ട് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഡു യു ഹാവ് എനി ഫാമിലി മെമ്പർ ഹൂ ഈസ് എ കനേഡിയൻ സിറ്റിസൺ? ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് സെലക്ട് ചെയ്യാം. ഇയർ, മന്ത് ആൻഡ് ഡേറ്റ്. ഡേ സെലക്ട് ചെയ്ത് എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഫൈൻഡ് ഔട്ട് ഇഫ് യു ആർ എലിജിബിൾ ടു അപ്ലൈ. സോ ആ ഒരു ക്വസ്റ്റ്യൻ, ആർ യു ലോഫുൾ പെർമനന്റ് റെസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിത്ത് വാലിഡ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് നമ്പർ? അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നോ കൊടുത്തു. വാട്ട് ഈസ് യുവർ കറന്റ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ കാനഡ? അപ്പം ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതുകൊണ്ട് സ്റ്റുഡൻറ്റ് കൊടുത്തു, പ്രൊസീഡ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. വാട്ട് ഈസ് യുവർ മാരിറ്റൽ സ്റ്റാറ്റസ്? നമ്മൾ ഇപ്പം മാരീഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ വാട്ട് ഈസ് യുവർ പ്രൊവിൻസ് ഓർ ടെറിട്ടറി ഓഫ് ഡെസ്റ്റിനേഷൻ? പ്രൊവിൻസ് ഏതാണോ സെലക്ട് ചെയ്യാം. ഒൻറ്റാരിയോ ആണ് ഇപ്പം നമ്മുടെ പ്രൊവിൻസ്, അത് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കാം. സോ ഇവിടെ നമ്മുടെ റിസൾട്ട്സ് വരും. ലൈക്ക് സ്റ്റഡി പെർമിറ്റ്, ഇപ്പം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യു മേ ബി എലിജിബിൾ ടു എക്സ്റ്റെൻഡ് യുവർ സ്റ്റേ ഇൻ കാനഡ ആസ് എ സ്റ്റുഡൻറ്റ്. സോ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഞാനിവിടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി പെർമിറ്റ് ആ ഒരു റീസൺ വെച്ചിട്ട് കണ്ടിന്യൂ കൊടുത്തത്. കണ്ടിന്യൂ കൊടുക്കുക. ആർ യു അക്കംപൈനിങ് എ ഫാമിലി മെമ്പർ ഹു ഹാസ് സ്റ്റാറ്റസ് ഇൻ കാനഡ? നോ. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് കൊടുക്കാം, ഫാമിലി മെമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഡു യു ഓൾസോ വോണ്ട് ടു അപ്ലൈ ഫോർ എ വർക്ക് പെർമിറ്റ്? ഇപ്പം ഇവിടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് കോപ്പ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പം കോപ്പും കൂടെ ഉള്ള കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ വർക്ക് പെർമിറ്റ്, അതായത് കോപ്പ് ആണെങ്കിൽ ലൈക്ക് ഇന്റേൺഷിപ്പ് മാതിരിയാണ്, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു രീതി ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പം ഞാനിപ്പം എൻ്റെ അടുത്ത കോഴ്സ് ഞാൻ എടുത്തിരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആണ്, HR ആണ്, അത് വിത്ത് കോപ്പ് ആണുള്ളത്. അപ്പം ഞാൻ അവിടെ യെസ് കൊടുത്തു. ഐ വിഷ് ടു അപ്ലൈ ഫോർ എ കോപ്പ് വർക്ക് പെർമിറ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പം അങ്ങനെ കോപ്പ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി പെർമിറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. അപ്പം എനിക്ക് അടുത്ത വർഷത്തെ കോഴ്സിൽ കോപ്പ് ഉള്ളത് കൊണ്ട് ഞാനവിടെ വർക്ക് പെർമിറ്റും കൂടെ വേണം, കോപ്പിൻ്റെ വർക്ക് പെർമിറ്റും കൂടെ വേണം എന്ന് പറഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു. സോ വെൻ ഡസ് യുവർ സ്റ്റാറ്റസ് ഇൻ കാനഡ എക്സ്പയർ? അപ്പം നമ്മുടെ നിലവിലുള്ള സ്റ്റഡി പെർമിറ്റിലുള്ള എക്സ്പയറി ആണ് വെക്കേണ്ടത്. അപ്പം നമ്മുടെ എല്ലാ സ്റ്റഡി പെർമിറ്റിനകത്തും നമ്മുടെ എത്ര നാളത്തേക്കിനല്ല, അല്ലെങ്കിൽ നമ്മുടെ വിസയ്ക്കകത്ത് തന്നെ ഉണ്ട് എത്ര നാൾ വരെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം നമുക്ക് കറൻ്റ്ലി ഉള്ള എക്സ്പയറി എൻട്രി ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. Have you had a medical exam performed by an IRCC authorized panel physician within the last 12 months? അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നോ കൊടുത്തു. പിന്നീടുള്ള ഓപ്ഷനാണ് ഇതാ, ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരും. അപ്പം അത് നിങ്ങൾക്ക് വായിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഈ എന്തെങ്കിലും ഡു യു ഫിറ്റ് ഇൻ ടു വൺ ഓഫ് ദീസ് കാറ്റഗറീസ്? അപ്പം അതിനകത്തൊന്നും ഞാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാണ്. അടുത്തതും ഡു യു വോണ്ട് ടു സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ഫാമിലി മെമ്പർ? ഇപ്പം ആരെങ്കിലും നമ്മുടെ ഇപ്പം ഫാമിലി മെമ്പർ മാരീഡ് ആയിട്ട് വരുന്നവരാണെങ്കിൽ അപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ കിഡ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. സിംഗിൾ ആണെന്നെങ്കിൽ നോ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. ആർ യു ഗിവിങ് സമൺ ആക്സസ് ടു യുവർ ആപ്ലിക്കേഷൻ? ഇപ്പം ഇൻ കേസ് ഏജൻസിക്ക് വല്ലതും ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് നോ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം.
In the past 10 years, have you given your fingerprints and photo for an application to come to Canada? അത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ബയോമെട്രിക്സ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ എന്തായാലും 10 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. There are fees associated with this application. Will you be paying your fees or are you fee exempt? അപ്പം നമ്മൾ ഫീസ് എല്ലാം അടച്ചിട്ടാണ് നമ്മളെന്താ ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം യെസ്, ഐ വിൽ ബി പേയിങ് മൈ ആപ്ലിക്കേഷൻ ഫീസ്. ആർ യു ഏബിൾ ടു മേക്ക് എ ഡിജിറ്റൽ കോപ്പി ഓഫ് യുവർ ഡോക്യുമെന്റ്സ് വിത്ത് എ സ്കാനർ ഓർ എ ക്യാമറ? അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പം എല്ലാം സ്കാൻഡ് കോപ്പീസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലെല്ലാം സ്കാൻഡ് കോപ്പീസ് ഉണ്ടായിരിക്കണം. അപ്പം അതും ഞാൻ യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. Will you be paying your application fees online? To pay online, you can use your credit card. അപ്പം ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ കാർഡ്സ് എല്ലാം യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമുക്ക് യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും നമുക്ക് എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇതാ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും എഡിറ്റിങ്സ് വല്ലതും നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നടത്തണം. ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ഓരോന്ന് അവർ പറയുന്നുണ്ട്. ഈ ഒരു പേജിൽ അതെല്ലാം വായിച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. സോ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്താണ് നമ്മൾ എന്താ ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻസ്, എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമൈൻ ഇൻ കാനഡ ആസ് സ്റ്റുഡൻറ്റ്. അപ്പം എന്താണോ റീസൺ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇതാ സൈഡിൽ അപ്ലോഡ് ഫയൽ ഉണ്ട്. അപ്പം അവിടെ വേണം നമ്മൾ ഓരോ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യാനായിട്ട്. താഴെ ഓരോന്നിൻ്റെ ഇപ്പം കോപ്പ് ലെറ്റർ ആണെങ്കിലും നമ്മുടെ LOA, നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ലെറ്റർ ആണെങ്കിലും പാസ്പോർട്ട്, ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ്, ഓരോ ഡോക്യുമെന്റ്സിന്റെ പേരും തന്നിട്ടുണ്ട്. അപ്പം അവിടെ അപ്ലോഡ് ഫയലിൻ്റെ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോന്നും അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം ആ ഡീറ്റെയിൽസിൻ്റെ അവിടെ നോട്ട് പ്രൊവൈഡഡ് ആ ഒരു സ്റ്റേറ്റസ് മാറും. അപ്പം ഓരോ ഡീറ്റെയിൽസും നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓരോ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ ക്ലയന്റ് ഇൻഫർമേഷന്റെ സ്ഥാനത്ത് ഇപ്പം എന്തെങ്കിലും ലൈക്ക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ലെറ്റർ എന്തെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനോട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പം ലൈക്ക് എന്തെങ്കിലും ഫോട്ടോ നിങ്ങൾക്ക് മറ്റേതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലയന്റ് ഇൻഫർമേഷനകത്ത് നമുക്ക് ഫോട്ടോ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ SOP എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലയന്റ് ഇൻഫർമേഷൻ അവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഈ ഫസ്റ്റ് ഡോക്യുമെന്റ് ആണ് നമുക്ക് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ലൈക്ക് ഒരു ഫോം ആണ്, കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട, അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അത് അഡോബ് റീഡറിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. നമ്മൾ അല്ലാതെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. നമുക്ക് അഡോബിൽ കയറിയിട്ട് നമുക്ക് ഫുൾ എല്ലാം എഡിറ്റ് ചെയ്യാം. അതപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കാരണം അത് ലോങ് ഒരു ഫോം ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാവുന്ന തന്നെയാണ്, മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട്. ബാക്കി സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എല്ലാം ഇത് ഇത്രയാണ്. പിന്നെ ഓപ്ഷണൽ ആണ് മറ്റേ ഞാൻ പറഞ്ഞ ക്ലയന്റ് ഇൻഫർമേഷൻ ഒക്കെ. ലൈക്ക് എന്തെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞൊരു SOP ആണെങ്കിലും അത് നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതായത് നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ് ആ ക്ലയന്റ് ഇൻഫർമേഷനിൽ. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്ത് ഡീറ്റെയിൽസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ കാണുന്ന ആ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് അതിൽ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സിന്റെ കേസ് ആണെങ്കിൽ പോലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തോണ്ട് വന്ന CA വാല്യുവേഷൻ ഇല്ല, അപ്പൊ അതെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിൽ വെക്കാവുന്നതാണ്. പിന്നെ എംപ്ലോയ്മെന്റ് ലെറ്റർ, നമ്മളിപ്പോൾ ഇവിടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയറിൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എത്ര മണിക്കൂർ വർക്ക് ചെയ്യും, നമ്മുടെ സാലറി, അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് അവരൊരു എംപ്ലോയ്മെന്റ് ലെറ്റർ തരും.
അത് നമുക്ക് മേടിക്കാം. പിന്നെ അതല്ലാതെ നമുക്ക് വേറൊരെണ്ണം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കാനഡയിലെ ബാങ്കിൽ ചെന്നിട്ട് ഇമിഗ്രേഷൻ ലെറ്റർ വേണം. അപ്പം അതിനകത്ത് നമ്മളൊരു എമൗണ്ട് കാണിക്കണം. അതിപ്പോ നമുക്ക് ലൈക്ക് എന്നാണോ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. നമ്മുടെ അവൈലബിൾ ബാലൻസ് എത്രയാണ്, നമ്മുടെ ആവറേജ് ബാലൻസ് എത്രയാണ്, അതിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ദിവസത്തേക്കിന് ഒന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ അപ്പൊ തന്നെ പോയി ബാങ്കിൽ ചെന്നിട്ട് ആ ബാലൻസിന്റെ ഒരു ഷീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഇമിഗ്രേഷൻ ലെറ്റർ നിങ്ങൾക്ക് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ കിട്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യും. പിന്നെ ഫീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150 CAD ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഫീസ്. അപ്പം നമുക്കിപ്പം ഒരു ഏജൻസിയിൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏജൻസിക്കാരുടെ ഫീസും പ്ലസ് ഈ ഒരു 150 CAD കൂടെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിലും നല്ലതാണ് നമ്മളിപ്പോ നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ ഏജൻസിക്കാർക്കും പൈസ കൊടുക്കണ്ട, നമ്മൾ ഡയറക്ട്ലി എന്താ ഇവർക്ക് IRCCക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എന്താ ആ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിലും പൈസ സേവ് ചെയ്യാം. ഞാൻ ആദ്യമേ ഏജൻസി ത്രൂ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിരിക്കുവായിരുന്നു. പിന്നെ അത്ര എമൗണ്ട് ഇപ്പൊ ഓരോ ഏജൻസിക്ക് ഓരോ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്ത് തരാം എന്ന് പറയണം. അപ്പം എമൗണ്ട് അത്രയും ആവുമെന്ന് അറിഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിനോട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ പുതിയൊരു അടുത്ത വീഡിയോ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൻ്റെത് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.